തൊടുപുഴയ്ക്കടുത്തുള്ള തൊമ്മൻകുത്തും ആന കുത്തിച്ചാടി വെള്ളച്ചാട്ടവും കണ്ടതിന് ശേഷം അന്നത്തെ യാത്ര അവസാനിപ്പിച്ചു. പിറ്റേ ദിവസം പരുന്തുംപാറ, പാഞ്ചാലിയാട് മുതലായ സ്ഥലങ്ങളിലേക്ക് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. എങ്കിലും ആനകുത്തി വെള്ളച്ചാട്ടത്തിന് മുകളിൽ കുറേയേറെ സമയം ചിലവഴിച്ചു. സംഘാംഗങ്ങളെല്ലാവരും തന്നെ വെള്ളത്തിലിറങ്ങി. പക്ഷേ വളരെ അപകടകരമായ രീതിയിൽ ഉള്ള കൊക്കയും മറ്റുമുള്ളത് കൊണ്ട് അവിടെ അധികം സമയം ഇരിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, മഴ ഉണ്ടാകുമെന്നുള്ള ഒരു വലിയ ഭയവും ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വെള്ളം കൂടുതലവിടെ വരും, അവിടെ നിൽക്കാൻ വിഷമമുണ്ടാകും. ഒരു പക്ഷേ താഴേക്ക് ഉള്ള ജലപാതം വളരെ ശക്തമായതിനാൽ ആളുകൾക്ക് അപകട സാധ്യതയുമുണ്ട്. പക്ഷേ ഈ അപകടങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഒരു കൊച്ചു കൂട്ടുകാരൻ അവിടെ ഇരിപ്പുണ്ട്. മീൻ പിടിക്കുന്ന സ്നേക്ക് ബേഡാണത്. ഒറ്റയ്ക്ക് ആണവിടെ ഇരിക്കുന്നത്, ഒരെണ്ണം മാത്രമേ ഉള്ളൂ. കുറേ സമയം ക്യാമറ അതിൽ തന്നെ കേന്ദ്രീകരിച്ചു. ഈ വെള്ളച്ചാട്ടത്തിലും ഈ അപകടത്തിൻ്റെ മുനമ്പിലും വളരെ സന്തോഷത്തോടെ, സൗമ്യതയോടെ, ഒരു വിഷമവുമില്ലാതെ അചഞ്ചലമായി ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് അത് കാത്തിരിക്കുകയാണ്. താഴെയും മുകളിലും ആളുകളുടെ ആരവവും അട്ടഹാസവും ഒക്കെയുണ്ട്. എല്ലാ തരത്തിലുള്ള വിനോദങ്ങളും വിക്രയങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഈ പക്ഷിക്ക് മാത്രം ഒരു കുലുക്കവുമില്ല. പാറച്ചെരുവിലൂടെ ആളുകൾ താഴേക്ക് ഇറങ്ങുന്നു. ആന നിരങ്ങി ഇറങ്ങുന്നത് പോലെ കുട്ടികൾ ഇറങ്ങുന്നുണ്ട്. അവരുടെ വിനോദത്തിനുള്ള സമയമാണ്, അവരുടെ പ്രായവും അങ്ങനെയാണ്. പക്ഷേ താഴെ അവരെ കാത്തിരിക്കുന്നത് സൂക്ഷ്മതയില്ലാതെ വരുന്ന ആളുകൾക്ക് വലിയൊരു അപകടമാണെന്ന് ആ കുട്ടികൾ അറിയുന്നില്ല. പലപ്പോഴും ഇതുപോലുള്ള പല കേന്ദ്രങ്ങളിലും ആളുകൾ മയക്കുമരുന്ന് അടിമയായി തീരാറുണ്ട്. ഇത് അപൂർവമായി കാണുന്ന ചില മരങ്ങളും ഈ വെള്ളച്ചാട്ടത്തിനോട് ചേർന്നുണ്ട്. അതുപോലെ പറവകളുമുണ്ട്. ഇടുക്കി എല്ലാത്തരം ജൈവസമ്പത്തും നിറഞ്ഞാണെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. നീലക്കുടുക്ക് എന്ന് പറഞ്ഞ ഇവനെ അവിടെ കാണാൻ കഴിഞ്ഞതാണ്. ചില ചെടികളിൽ അവൻ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. കരിയിലമ്പടയുണ്ട്, അല്ലെങ്കിൽ പുത്താങ്കീരി എന്ന് പറയുന്ന അവരുമുണ്ട്. പക്ഷേ അത് റബ്ബറിലാണ് ഇരിക്കുന്നത്. ആളുകളുടെ കയ്യേറ്റം ഈ പ്രദേശത്ത് വളരെ കൂടുതലുണ്ട്. പണ്ടേ കയറി ഇടം പിടിച്ചവർ അവിടെ നിന്ന് അവർ മാറിക്കൊടുത്തിട്ടില്ല. ചില സ്ഥലങ്ങളിൽ നീലക്കുടുക്ക കൂട്ടം ചേർന്നിരിക്കുന്നത് കാണാം. അതിലേക്ക് വരുന്ന വേറൊരു വിദ്വാൻ. എല്ലാം കയ്യേറ്റമാണല്ലോ. അതുകൊണ്ട് നമുക്ക് പറയാനും പറ്റത്തില്ല. മനുഷ്യൻ തുടങ്ങി വെച്ചത് നമുക്ക് ന്യായീകരിക്കാനല്ലേ പറ്റുള്ളൂ. എന്താണെങ്കിലും വേണ്ടില്ല, അവരും അവിടെ ജീവിക്കട്ടെ. അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള ശ്രമമാണ്. വീണ്ടും യാത്ര തിരിച്ചു. ഇടുക്കി ജില്ലയുടെ തെക്കൻ ഭാഗത്ത് കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, പെരുവന്താനം കഴിഞ്ഞ് പാഞ്ചാലിമേടിലേക്കാണ് യാത്ര. ഇതാണ് പാഞ്ചാലിമേട്. ഇന്ന് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും പാണ്ഡവന്മാർ മാറി മാറി താമസിച്ചിരുന്നു എന്നാണ് പുരാണം പറയുന്നത്. ഐതിഹ്യങ്ങളുമുണ്ട്. അവരുടെ പേരിൽ ക്ഷേത്രങ്ങളും മറ്റ് എടുപ്പുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി അഥവാ ഇല്ലെങ്കിൽ പോലും പുതിയ പുതിയ എടുപ്പുകളും മറ്റു കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നല്ല തിരക്കുള്ള സമയങ്ങളാണ് ഇവിടെ. ധാരാളം ആളുകൾ, സഞ്ചാരികളെ ഇവിടെ എത്താറുണ്ട്. പാസ് എടുക്കണം. പാസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ചുറ്റും കോട്ട കെട്ടിയത പോലുള്ള മലകളാണ്. അതിൽ വർഷക്കാറ്റ് വർഷക്കാറ്റിൽ പാറി വരുന്ന മേഘങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന മലകളുണ്ട്. കോട്ട കെട്ടിയതുപോലെ ഈ മേഘങ്ങൾ കാണാം. എപ്പോഴും കാണാം. മഴ വഴി എന്ന് പറയാൻ വയ്യ. പുതിയ പുതിയ എടുപ്പുകളും മറ്റുമൊക്കെ ഉണ്ട്. ഇതാ ഗംഗാരം മാഷ്, ടീച്ചർ, അവരെല്ലാവരും കൂടെ ഇതിൽ കൂടി നടക്കണം. കരിങ്കൽ കത്തി ഉണ്ടാക്കിയ 1000 മണ്ഡപം പോലെ ഉള്ള ചില എടുപ്പുകളാണ് ഇവിടെ ഉള്ളത്. സഞ്ചാരികൾക്ക് സന്ദർശിക്കാൻ പറ്റുന്ന സമയമാണ് മഴക്കാലവും അല്ലാത്തപ്പോഴും ഒക്കെ തന്നെ. നല്ല പച്ച വിരിച്ച പുൽമേടുകൾ, അതുപോലെ കോട്ട കെട്ടിയതുപോലെയുള്ള മേഘക്കൂട്ടങ്ങൾ. ഇതിനിടയ്ക്ക് സിപ്പ് ലൈനും അതുപോലുള്ള സാഹസിക പരിപാടികളും അതുമുണ്ട്. ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള സാഹസിക വിനോദങ്ങളാണുള്ളത്. പണ്ട് ഈ പാഞ്ചാലിമേട്ടിൽ UK പാലാട്ട്, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പാലാട്ടെന്ന് പറഞ്ഞ വിംഗ് കമാൻഡർ റിട്ടയർ ചെയ്ത അദ്ദേഹം 17 മിനിറ്റോളം പാരാഗ്ലൈഡിങ് നടത്തിയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതിനുള്ള സൗകര്യമില്ല. അവിടെ ഇലക്ട്രിക് കമ്പികളും മറ്റുമൊക്കെ വന്നിരിക്കുന്നു. മാത്രമല്ല മറ്റെടുപ്പുകളും വന്നു. അത്തരം സാഹസിക വിനോദങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായൊരു പ്രദേശമായിരുന്നു ഈ സ്ഥലം. അതായത്
ടേക്ക് ഓഫ് ചെയ്യാനും ഒരേ സ്ഥലത്ത് തന്നെ ലാൻഡ് ചെയ്യാനും കഴിയുന്നൊരു സ്ഥലം. ഇതാ ഇവിടെ പുതിയ എടുപ്പുകൾ വന്നിരിക്കുന്നു. ക്ഷേത്രം പാഞ്ചാലിയുടെ പേരുള്ളതാണ്. പാഞ്ചാലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ അവർ പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയാണ് ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴി അത് കല്ല് പാകി ബലപ്പെടുത്തിയിരിക്കുന്നു. അതിൽ കൂടി ആളുകൾക്ക് നടന്നു വരാം. ചുറ്റും നല്ല പുൽമേടുകളുണ്ട്, അതുപോലെ ഷോളം കാടുകളുമുണ്ട്. മഞ്ഞ് കയറി വരുന്നു. ഒരു ചെറിയ കാറ്റ് വന്നു കഴിഞ്ഞാൽ മഞ്ഞ് ഇവിടേക്ക് കടന്നു വരും. ഈ പ്രകൃതി ആകെ മൂടും. അത്ര രസമാണിവിടെ. ആളുകൾക്ക് വരാനും ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും വിനോദിക്കാനുമുള്ള എല്ലാ ഉപാധികളും കൂടി ഒരുക്കിയിരിക്കുന്നു. പുൽമേടുകൾ, അപൂർവമായിട്ടുള്ള സസ്യജാലങ്ങളും ജന്തുജാലങ്ങളുമുണ്ട്. ചെറിയ മരങ്ങളുണ്ട്. അതിന് അധികം ഉയരം വെക്കാറില്ല. വലിയ കാറ്റാണ്, അതുകൊണ്ട് തന്നെ അവ ഇങ്ങനെ കുറ്റിയായിട്ടാണ് നിൽക്കുക. താഴെ TR ആൻഡ് എസ്റ്റേറ്റ്, അതിലെ കൈതക്കാട് റബ്ബർ മരങ്ങൾ വെട്ടിക്കളഞ്ഞ സ്ഥലമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുക. ഇവിടെയാണ് പാരഗ്ലൈഡിങ് നടത്തിയത്. ഇവിടെ പരിശീലനം കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് കാര്യങ്ങൾ ചെയ്തത്. ടെൻസിംഗ് നേച്ചർ ആദ്യമായി പാരാഗ്ലൈഡിങ് ഇവിടെ നടത്തി അതിൻ്റെ സാധ്യതകൾ പഠിച്ചതുമാണ്. പക്ഷേ എന്തുകൊണ്ടോ തൊട്ടടുത്ത കാലങ്ങളിലുണ്ടായിട്ടുള്ള പല പരിവർത്തനങ്ങളും ഈ പ്രദേശത്തെ അത്തരമൊരു സാധ്യതകൾ മങ്ങിക്കളയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രോജക്റ്റുകളും ഉണ്ടാക്കി. അതിൻ്റെ പുറകെ നടക്കാനോ അവ മാറ്റാനോ പോയില്ല. ഇതാ ഡാൻസ് വേഷം ധരിച്ച ഒരു കുട്ടി വളർന്നു പോകുന്ന നോക്കുക. ഇവിടെയുള്ള ആയിരങ്കാൽ മണ്ഡപം പോലെയുള്ള ഇതിലേതോ ഒന്നിൽ അവൾക്ക് നൃത്തം ചെയ്യണം. അത് വീഡിയോ എടുക്കാനും ഷൂട്ട് ചെയ്യാനും ഒക്കെയുള്ള ആളും കൂടെയുണ്ട്. ഇതാ കുരിശുകൾ സ്ഥാപിച്ചിരിക്കുന്നു. പള്ളിയും പള്ളിക്കൂടങ്ങളും കുരിശും അമ്പലവും കൽപ്രതിനിധികളും ഒക്കെയായി പ്രകൃതിയെ എങ്ങനെയൊക്കെയാണ് മനുഷ്യൻ ചൂഷണം ചെയ്യുന്നത്. സിപ്ലൈൻ വന്നിരിക്കുന്നു. വിനോദത്തിന് ആളുകൾക്ക് വിനോദത്തിന് വേണ്ടിയിട്ട് ചില ഉപാധികളൊക്കെ വേണമല്ലോ, അവയും തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ പ്രകൃതിയെ നശിപ്പിക്കാതെയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് വഴിയായി ഗുണം കിട്ടുമായിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ ആളുകൾ താല്പര്യം കാണിക്കാറില്ല. ഇത് അപൂർവമായിട്ടുള്ള ചില മരുന്നുകൾ അവിടെ ഡേസിയും മാഷും നസീഫയും ഒക്കെ അത് എടുത്ത് നോക്കുകയാണ്. ചെറിയ ചെറിയ ബെഞ്ചുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് ആളുകൾ പടമെടുക്കുന്നു. പത്മാവതി ടീച്ചർ ഇതൊക്കെ വളരെ ഇതായിട്ടാണ് നോക്കാം. ഇത് കങ്ങഴ PBRുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനത്തിന് അവിടെ ഉണ്ടായിരുന്ന കോളേജിലെ NSS കോളേജിലെ കുട്ടികൾ ഞങ്ങളെ സഹായിച്ചു. MSc സ്റ്റുഡൻസ് ആയിരുന്നു അവരൊക്കെ. അവരും ഈ വിനോദത്തിന് വേണ്ടി ഇവിടെ വന്നാണ്. ഞങ്ങളെ കണ്ട് പരിചയപ്പെട്ട് സൗഹൃദം പുതുക്കുകയും ചെയ്തു. കോട്ട കൊട്ടിയ പോലുള്ള ഈ മേഘപ്രകൃതി ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയാണ്. അങ്ങ് താഴെ ധാരാളം പള്ളികളും കെട്ടിടങ്ങളും എടുപ്പുകളും റിസോർട്ടുകളും ഒക്കെയുണ്ട്. കയ്യേറ്റ എവിടം വരെ എത്തി നിൽക്കുന്നുവെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പക്ഷേ വഴികൾ സംരക്ഷിക്കുന്നുണ്ട്, ബലപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ പട്ടം പറക്കുന്നു. നല്ല കാറ്റുള്ളതുകൊണ്ട് പട്ടം പറന്നു നിൽക്കുന്ന ഒരു പക്ഷിയുടെ രൂപത്തിലുള്ളൊരു പട്ടമാണ്. ആളുകൾ പറപ്പിക്കാറുണ്ട്. ഞാൻ അടുത്ത കാലത്ത് ആദ്യമായി ഇവിടെയാണ് ഇതിനെ കാണുന്നത്. യുവജനങ്ങളിൽ താല്പര്യം കാണിച്ച് അവിടേക്ക് വരുന്നുണ്ട്. പട്ടം പറത്തൽ അറിഞ്ഞുകൂടാത്തവർ പോലും അത് നോക്കി നിൽക്കാറുമുണ്ട്. പക്ഷേ ഇതൊരു വലിയ സാധ്യതയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാനും കഴിയും. യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പരിശീലനം കൊടുക്കാവുന്നതാണ്. ഇത് ഇടുക്കി പ്രദേശം നമുക്ക് കാണാം. അതുപോലെ പാഞ്ചാലിമേടിൻ്റെ കവാടമാണ്. വളരെയേറെ മനോഹരമായ സ്ഥലമൊക്കെ ആളുകൾ ദേശം ഇതിലോട്ട് നടന്ന് കാണാൻ പറ്റും. പാഞ്ചാലിമേടിലും വീണ്ടും പോയത് അടുത്ത സ്ഥലത്തേക്കാണ്. അവിടെ പരുന്തുംപാറ എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും വേണ്ടില്ല, പരുന്തുംപാറ കുറച്ചുകൂടെ വിശാലമായ സ്ഥലമാണ്. വണ്ടികളൊക്കെ ധാരാളമായിട്ട് ഇവിടെ എത്താറുണ്ട്. അതുപോലെ വിശാലമായ നല്ല നിരപ്പുള്ള പാറപ്രദേശമുണ്ട്. അവിടെ വണ്ടികൾ പാർക്ക് ചെയ്യാൻ കഴിയും. ആളുകൾക്ക് ഇരിക്കാം, ഫോട്ടോ എടുക്കാം. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഒക്കെ 360 ഡിഗ്രിയും വളരെ ഭംഗിയായി കാണാൻ കഴിയും. മേഘക്കൂട്ടങ്ങൾക്ക് മുകളിൽ പറന്നു നിൽക്കുന്ന ഒരു ഡ്രോണാണ് ചിത്രം പകർത്തുന്നതിന് വേണ്ടി ആരോ ഉപയോഗിച്ചാണ്. ഞങ്ങളുടെ വണ്ടി സഞ്ചാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വീട്ടിലെ വണ്ടിയാണത്. അൻവറിൻ്റെ വണ്ടി അതിലാണ് ഇപ്പം ഞങ്ങൾ സഞ്ചാരം നടത്തുന്നത്. വല്ലപ്പോഴുമൊക്കെ മൂപ്പർക്ക് വന്ന് ഇങ്ങോട്ടെല്ലാം ഇറങ്ങി നടക്കണമല്ലോ. നല്ല കാറ്റുള്ളത് കൊണ്ട് ഇവിടെ നിൽപ്പ് അല്പരസമാണ്. എപ്പോഴാണ് മഴയുണ്ടാകുമെന്ന് പറയാൻ വയ്യ. വെങ്ങാരമ്മ പറയുകയായിരിക്കും തലശ്ശേരിയാണ് ഇതിനേക്കാൾ മെച്ചമെന്ന്. ആയിരിക്കാം. മുഴപ്പിലങ്ങാട് ഒരു പക്ഷേ ഇതിനേക്കാൾ നല്ല ബീച്ചുകളുണ്ടായിരിക്കാം. പക്ഷേ അവിടെ മലയുണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പൈതൽ മലയോ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. മൂപ്പരെപ്പോഴും അവരുടെ പ്രദേശങ്ങൾ മനോഹരമാണെന്ന് വാദിക്കുന്ന കൂട്ടത്തിലാണ്. ടീച്ചർ ഒട്ടും മോശമല്ല.
കുറ്റം പറയരുതല്ലോ. അങ്ങനെയൊക്കെയുള്ള ചില വാദപ്രതിവാദങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ രസകരമായിരുന്നു. വണ്ടി അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. ഇനി പോകാനുള്ളത് തേക്കടിയാണ്. പക്ഷേ തേക്കടിക്ക് ഇവിടെ നിന്ന് എത്താൻ ഒരുപാട് സമയമെടുക്കും. ചെന്നാലും ബോട്ട് ലാൻഡിങ്ങിൻ്റെ പ്രദേശത്തേക്ക് ബസ്സേ കിട്ടുകയുള്ളൂ. അവിടെ ചെന്നാലും ബോട്ടിൽ കയറാനോ മറ്റ് യാത്ര ചെയ്യാനോ വിഷമമുണ്ടാകും. അതുകൊണ്ട് അങ്ങോട്ടുള്ള യാത്ര ഒഴിവാക്കുന്നു. വീണ്ടും പരുന്തുംപാറയിലെ പ്രകൃതി ഒന്നും കൂടെ നോക്കിക്കാണുകയാണ്. വഴിയുടെ അതിരുകളിൽ വേലി കല്ലുകൾ അല്ലെങ്കിൽ വേലി ആയിട്ട് പൈപ്പ് ഇട്ടിട്ടുണ്ട്. അതിൽ പിടിച്ചുകൊണ്ടാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ. ഇതാ ടാഗോർ പാറ എന്ന് പറയും. ടാഗോറിൻ്റെ തല പോലെ ഇരിക്കുന്നതാണ്. അതുകൊണ്ടാണെന്നാണ് ഇത് ടാഗോറിൻ്റെ മൂക്കും താടിയും. ഇങ്ങനെ ഒരു പക്ഷേ സങ്കല്പിച്ചാൽ നമുക്കങ്ങനെയും പറയാം. എന്താണേലും വേണ്ടില്ല, ടാഗോറിനെ ഓർത്തെങ്കിലോ അത് നമുക്ക് സമാധാനിക്കാം. താഴെ കാണുന്നത് അതൊരു വലിയ റിസോർട്ടാണ്. 3-4 നിലയുണ്ട്. മലഞ്ചെരുവിലാണ്. അത്യന്തം ലോലമായ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അതിലോലമായ പ്രദേശങ്ങളാണ്. ഇതാ വന്നിരിക്കുന്ന കുരുവി വളരെ അപൂർവമാണ്. ഇവൻ്റെ പേരും അവൻ്റെ വംശാവലിയും തപ്പിയെടുക്കണമെന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ വന്നിരുന്നവൻ ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങി. ഞങ്ങളുടെ ഒപ്പമാണ്. ഇതാ വീണ്ടും ഏലപ്പാറയിലേക്ക് ഞങ്ങൾ പോയി. ഏലപ്പാറയിൽ വാഗമണിലേക്ക് തിരിക്കുന്നതിന് മുമ്പുള്ള മലയുടെ ചരിവിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. താഴെ വളരെ വിശാലമായ തേയിലത്തോട്ടമുണ്ട്. അതുപോലെ തന്നെ ഏലപ്പാറയിൽ നിന്നും വാഗമണിലേക്ക് പോകുന്ന റോഡ് നമുക്ക് കാണാൻ കഴിയും. ഒരു കാലത്ത് ഈ പ്രദേശമെല്ലാം തേയിലയ്ക്ക് പ്രസിദ്ധമായിരുന്നു, പേര് കേട്ടതായിരുന്നു. ഇപ്പോൾ തേയിലയുടെ വില കുറഞ്ഞു. ഇതാ കാണുന്നത് വാഗമൺ ഏലപ്പാറ റോഡാണ്. അതിൽ കൂടി വാഹനങ്ങൾ വരുന്നത് കാണാം. വല്ലപ്പോഴും വാഹനങ്ങൾ സഞ്ചരിച്ചിരുന്ന ഈ പാതയിലൂടെ ഇപ്പോൾ അനുദിനമെന്നോണം ധാരാളം വാഹനങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങി. ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങി. ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടാണ് അധികവും ഇവിടെ വാഹനങ്ങളിൽ ആളുകൾ എത്തുന്നത്. പക്ഷേ ഈ മനോഹര പ്രദേശങ്ങളൊക്കെ അധികം കാലം ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല. ഈ പ്രദേശങ്ങളൊക്കെ നശിച്ചു പോകാം. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എസ്റ്റേറ്റുകൾ ചെറു തുണ്ടുകളാക്കി മാറ്റി അവയിൽ റിസോർട്ടുകളും മറ്റുമൊക്കെ പണിതുന്നു. അങ്ങനെ തോട്ടം മേഖല മൊത്തം തന്നെ നശിക്കുന്നു. ഇതുപോലെ ചെറിയ ചെറിയ തുണ്ടുകളാക്കി മാറ്റിക്കഴിഞ്ഞാൽ റിസോർട്ടുകൾ അവിടെ വരും. അതിൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. പക്ഷേ വെള്ളവും മറ്റും ആവശ്യത്തിന് കിട്ടണമെന്നൊരിക്കലും നിർബന്ധമില്ല. പ്രകൃതി അതിൻ്റെ പാട്ടിന് വിടാതെ മനുഷ്യൻ കയ്യേറി പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതുകൊണ്ട് ആണ് പലപ്പോഴും ദുരന്തങ്ങൾ സംഭവിക്കുക. എന്ന് പറഞ്ഞാൽ ടൂറിസം വേണ്ട എന്നല്ല, പക്ഷേ അതിന് ആ രീതിയിൽ തന്നെ ആയിരിക്കണമെന്ന് മാത്രം. അതിൻ്റെ മാനദണ്ഡങ്ങൾ സൂക്ഷിക്കാതെ നടത്തുന്ന പ്രവർത്തനങ്ങളെ പലപ്പോഴും പ്രകൃതിയെ നശിപ്പിക്കുന്നത് എന്ന് സാരം. പരുന്തുംപാറയിൽ വീണ്ടും ആൾക്കൂട്ടങ്ങൾ അങ്ങനെ നിൽക്കുകയാണ്. താഴെ തേയിലത്തോട്ടം, അതും വളരെ മനോഹരമായ പ്രദേശമാണ്. അതുപോലെ കോടമഞ്ഞ് കയറുന്നുണ്ട്. എല്ലാം ഒരു നിമിഷം മാത്രം. മാറി മറിയുന്ന പ്രകൃതി അതൊരു വലിയ അനുഗ്രഹമാണ്. വെയിലും കാറ്റും ഇടയ്ക്ക് ചാറ്റൽ മഴയും ഒക്കെയായി ഈ സീസൺ അങ്ങനെ കടന്നു പോകും. ഇതാ ഒരു മലയുടെ മുകളിൽ തന്നെ എത്രത്തോളം കെട്ടിടങ്ങൾ, എത്രത്തോളം വാഹനങ്ങളുമാണുള്ളത് നോക്കുക. എത്രത്തോളം ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. ഇതൊരു ക്ലിഫാണ്. താഴെ ഒരു വലിയ അരുവിയുണ്ട്. ആ അരുവിയിലേക്ക് ഇവിടെയുള്ള മാലിന്യങ്ങൾ മുഴുവനും വലിച്ചെറിയുകയും ചെയ്യുന്നു. ഇത് ചെന്ന് താഴെ കാട്ടരുവിയായിട്ട് മാറുന്നുണ്ട്. മണിമലയാറിൻ്റെ ഉത്ഭവം ഇവിടെ നിന്നാണ്. പക്ഷേ ഇതാരറിയാൻ? ഇവിടെ നിക്ഷേപിക്കുന്ന ചപ്പുചവറുകളാണ് താഴേക്ക് മാലിന്യമായി എത്തുക. അതൊരിക്കലും ആളുകൾ പ്രതീക്ഷിക്കാറില്ല. മഴ വരാൻ കാത്തു നിൽക്കുന്നു മേഘങ്ങളാണിത്. ഇനി അധികം സമയം നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. മഴ വളരെ പെട്ടെന്ന് തന്നെ പൊഴിയാൻ തുടങ്ങും.